ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദർശ് നാനയും കൂടെ നടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ ആദർശ് നാനയോട് ചോദിക്കുന്നുണ്ട്, വിഷു കഴിഞ്ഞിട്ടെങ്കിലും നീ വീട്ടിലേക്ക് വരുമല്ലേ ചോദിക്കുക. അതെന്താ ആദർശേട്ടൻ അങ്ങനെ ചോദിച്ചത്? തീർച്ചയായിട്ടും ഞാൻ വരും എന്നിങ്ങനെ നായന പറയുന്നുണ്ടേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ വണ്ടി നീ വരുമ്പോഴേ കൊണ്ടുവരുന്നുള്ളൂ എന്ന് ചോദിക്കുക. അതല്ല, ഞാനത് ഡ്രൈവറോട് പറയാൻ കൊണ്ടുവരാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി റൂമിൽ നിന്ന് എണീച്ച് വരുവേ. അപ്പം ഇങ്ങനെ നമ്മുടെ കനക ചോദിക്കുക, ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ ദേവയാനി പറയും, ഇവിടെ പറഞ്ഞതും കേട്ടു, അബദ്ധങ്ങൾ പറഞ്ഞതും കേട്ടു. അന്നേരത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറയേ, അതൊക്കെ ഞങ്ങൾ തിരുത്തിയല്ലെന്ന് പറയേ. അന്നേരത്തേക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവൻ അത്ര മണ്ടനൊന്നുമല്ല, അവനെല്ലാം അന്വേഷിക്കും, അവൻ ഇനി സംശയമായിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് അറിയത്തില്ല എന്നിങ്ങനെ ദേവയാനി പറയുവേ. അന്നേരത്തേക്ക് നയനയും പറയും, അമ്മയുടെ കാർ ഇവിടെ കിടന്നത് കൂടുതൽ പ്രശ്നമായത് എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ദേവയാനി പറയും കേട്ടോ. പിന്നെ നമ്മുടെ നന്ദുവിനെ നോക്കിയിട്ട് ദേവയാനി പറയുന്നുണ്ട്, ആദർശ് പറഞ്ഞത് കേട്ടല്ലോ മോളെ, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു എല്ലാവരുടെ മുഖത്തേക്കും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടേ. കാരണം അനാമികയും മനയും കൂടെ അത്ര പൊരുത്തക്കേടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. എന്നാലും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എല്ലാവരും കൂടെ നന്ദുവിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണോ? അവൾ ഇത്തിരി ശ്വാസം മുട്ടൽ കൊള്ളുവാണെങ്കിൽ കൊണ്ടോട്ടെ എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ ഫ്രീ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു നന്ദു. അനിയായിട്ടുള്ള അടുപ്പത്തിന് ശേഷം അവൾ ഈ കൊല്ലത്തിലായി പോയത്. അനിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവന് പിള്ളേർ കളി മാറാതെ നടക്കുകയാണെന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിലോ വലിയ സീരിയസ് ആയിട്ടാണ് നടക്കുന്നത്. നേരത്തെ ആണെങ്കിൽ കവിതയെക്കുറിച്ചായിരുന്നു ചിന്ത, ഇപ്പോഴാണെങ്കിലോ ഏത് നേരത്തെ മോളെ പറ്റിയിട്ടാണ് ചിന്ത അവന്. എന്നിട്ട് നമ്മുടെ കനക പറയുന്നുണ്ട്, അതിനെ കഴിഞ്ഞൊക്കെ പേടിയില്ല ഞാൻ എന്നിങ്ങനെ പറയും കേട്ടോ. ഞാനൊരു ജ്യോത്സ്യനെ ഇടയ്ക്ക് കണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. എന്നത്തേക്കും നമ്മുടെ ഗോവിന്ദൻ കണ്ണിറക്കി കാണിക്കും കേട്ടോ. അപ്പം നമ്മുടെ അത് ദേവയാനി കാണുവേ. എന്തിനാ ഗോവിന്ദൻ കണ്ണിറക്കുന്നത്, പറയാനുള്ള കാര്യം പറയട്ടെ എന്നിങ്ങനെ പറയുവേ. അന്നത്തേക്കും നമ്മുടെ കനക പറയും, അതെ ഞാനൊരു ജ്യോത്സ്യനെ അന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ ജ്യോത്സ്യൻ പറയുന്നത് നന്ദൂട്ടൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിനെ തന്നെ വിവാഹം കഴിക്കുമെന്നാ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുവേ. ഞാനിപ്പോൾ പറഞ്ഞു ആ വ്യക്തി വേറെ കല്യാണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വീണ്ടും ജ്യോത്സ്യൻ പറഞ്ഞത് അതെന്താണെങ്കിലും കറങ്ങി തിരിഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് തന്നെ വരും എന്നാണ് പറഞ്ഞതെന്ന് പറയുവേ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പോയില്ലേ ആ പ്രായശ്ചിത്തക്കാവിൽ? അവിടെ ഞാനും പോയി പ്രായശ്ചിത്തമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ദേവയാനി പറയും, ആ പൂജകളൊക്കെ ചെയ്യണം, അനിയും അനാമയും തമ്മിൽ വേർപിരിയാൻ പാടില്ല എന്ന് ദേവയാനി വീണ്ടും പറയാം കേട്ടോ. അവനൊരു രണ്ടാം കെട്ടുകാരനാണെന്ന് എനിക്ക് കേൾക്കാൻ വയ്യ കനകയെന്നിങ്ങനെ ദേവയാനി പറയുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണേ. അമ്മ അവിടെ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ അവരെന്തിനാ എന്നിൽ നിന്നും മറയ്ക്കുന്നത്? നയനയ്ക്കാണെങ്കിൽ എൻ്റെ കാര്യം എല്ലാം അറിയാവുന്നതാണ്. അമ്മയും നയനയും ഒന്നിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണെന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൾ എന്നോട് പറയുന്നില്ലെങ്കിൽ അതിനുള്ള ഫലം അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. എന്താണെങ്കിലും ഈ കാര്യം പറയാതിരിക്കുന്നിടത്തോളം കാലം അമ്മയും നയനയും വളരെ വ്യക്തമായി തന്നെ നിരീക്ഷിച്ചേ പറ്റുള്ളൂ, എല്ലാത്തിനും ഒരു വ്യക്തത വന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണേ. പിന്നീട് നമ്മുടെ അനഘയാണ് കാണിക്കുന്നത് കേട്ടോ. അനഘ ഇങ്ങനെ ഒരു പാടത്തിൻ്റെ അടുത്ത് വന്നിട്ട് മറ്റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അബിയെ കാത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിന് അബി ഒരു ചുമന്ന കാറിലൊക്കെ വന്ന് ഇറങ്ങുകയാണ്. കൂടെ ഒരു കയ്യിലൊരു കവറും ഉണ്ട്. എന്നിട്ട് വന്ന ഉടനെ തന്നെ കവറെടുത്ത് അനഘയുടെ കൈ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുക. വിഷുവൊക്കെ അല്ലേ വരുന്നത്, നിനക്കും കൊച്ചിനും കുറേ ഡ്രസ്സുകളാണെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അനഘ പറയുന്നുണ്ട്, എനിക്കിതൊന്നും അല്ല വേണ്ടത് എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് പോകാനിരിക്കുന്ന ആൾക്ക് എന്തിനാ ഡ്രസ്സ് എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുന്നുണ്ടേ. മരിക്കുമ്പോൾ എന്താ പുതപ്പിക്കാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കുക എന്ന് പറയുവേ. ഞാൻ അവിടെ തന്നെ ഗൾഫിൽ തന്നെ നല്ല ഡോക്ടർമാരെ കാണിച്ചാണ്, നാട്ടിലുള്ള നല്ല നല്ല ഡോക്ടർമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്തതാണ്. ഇനി എനിക്ക് രക്ഷയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനം നീ എടുത്തേ പറ്റൂ എന്നിങ്ങനെ തർപ്പിച്ചു പറയുവാണ് അനഘ. എൻ്റെ മോളുടെ അടുത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് പറയാതെ ഞാനിപ്പോൾ പോകുന്നത്, അത് നീ മുതലാക്കരുത്. അടുത്ത വിഷു ആകുമ്പോഴത്തേക്കിനും ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവൾക്ക് ഇപ്പോഴല്ല ഇതിൻ്റെയൊക്കെ ആവശ്യം. ഞാൻ ഈ ലോകത്തുനിന്ന് പോയി കഴിയുമ്പോൾ അവൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവും. ആ സമയത്താണ് നിന്നെ അവൾക്ക് വേണ്ടതും അതുപോലെ തന്നെ നിൻ്റെ പരിചരണം അവൾക്ക് ആവശ്യമായിട്ടുള്ളതും. നീ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ ഈ കല്യാണം പോലും നടക്കില്ലായിരുന്നു. അന്നേരം പറയും, അതിന് കുഴപ്പമില്ല, നീ കല്യാണം കഴിച്ചോ, പക്ഷേ അതൊന്നും എൻ്റെ മകളുടെ ഭാവിക്ക് തടസ്സമാകരുത്. നിൻ്റെ വീട്ടുകാരെ എല്ലാവരെയും എനിക്കറിയാം, പ്രത്യേകിച്ച് ആദർശനെ അറിയാം. പേര് പോലെ തന്നെ ആദർശൻ ഒരു മാന്യനാണ്.
എന്നിട്ടും ഞാൻ എല്ലാവരെയും കാണാൻ നടക്കുന്നത് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ്. നീ അതിന് ഒരു മാറ്റവും വരുത്തരുത്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, ഇല്ല നീ എനിക്ക് കുറച്ച് സമയം താ, എല്ലാം ശരിയാക്കാം. നീ എനിക്ക് കുറച്ചും കൂടെ സമയം താ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനഘ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എപ്പോഴും സമയം മാറ്റി മാറ്റി പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മൾ വഴക്കടിച്ചതും അതിനാണ്. എനിക്ക് ഡോക്ടർമാർ ഇട്ട സമയം കഴിഞ്ഞു. അതേ വായി തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം എനിക്കറിയാം. നീ മോളോട് പറഞ്ഞേക്ക്, മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് മോളുടെ അരികിലെത്തുമെന്ന്. എന്നിങ്ങനെ അഭി ഇങ്ങനെ നമ്മുടെ അനഘയോട് പറയുവാണേ. മോൾക്ക് അച്ഛൻ്റെ ഹാപ്പി വിഷു പറഞ്ഞേക്കണം. ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറയുവാണേ. പിന്നീട് നമ്മുടെ ദേവയാനിയും അതുപോലെ നയനയും കനകയും എല്ലാവരും കൂടെ നന്ദുവിൻ്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ കയ്യിലൊരു പാഴ്സലും ഉണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വന്നത് തന്നെ നന്ദുമോളെ കാണാൻ വേണ്ടിയിട്ടാണ്. നന്ദുമോൾ ക്യാമ്പിലേക്ക് പോവുകയാണല്ലോ, അതിന് മുന്നേ ഒന്ന് കാണണമെന്ന് തോന്നി എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുവേ. എന്നിട്ട് നമ്മുടെ പാഴ്സൽ എടുത്ത് ഓപ്പൺ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നല്ലൊരു സ്വർണ്ണ നെക്ലേസാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയും, ഇതൊക്കെ വേണ്ടായിരുന്നു കേട്ടോ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇതൊരു തുടക്കമാണ്. ഇനി മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനും അതുപോലെ തന്നെ ആദർശം ചേർന്നിട്ടായിരിക്കും. മോളുടെ കല്യാണമൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്തണം. ഇങ്ങിതാ അത് ഞാനൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെക്ലേസ് കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ നന്ദുവിന് ഇങ്ങനെ കഴുത്തിലൊക്കെ വെച്ച് നോക്കുന്നൊക്കെ ഉണ്ടോ. അപ്പോഴത്തേക്കിനും എല്ലാവരും ചിരിക്കുവാണ്, സന്തോഷമൊക്കെ ഉണ്ടോ കേട്ടോ. പിന്നെ മോളുടെ കല്യാണം ആകുമ്പോഴത്തേക്കിനും ഏത് രീതിയിലുള്ള ഡിസൈൻ വേണമെന്നൊക്കെ മോളുടെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. മോളുടെ ചേച്ചി എന്താണെങ്കിലും അതൊക്കെ പണിത് തരും. അതുപോലെ തന്നെ ഇതുവരെ ഇറങ്ങാത്ത ഫാഷനിലുള്ള ഡിസൈൻസുകളായിരിക്കും മോളുടെ ചേച്ചി മോൾക്ക് വേണ്ടിയിട്ട് പണിത് തരാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, ഇവർക്ക് കല്യാണമൊന്നും വേണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുക. അപ്പോൾ നമ്മുടെ ദേവേന പറയുന്നുണ്ട്, അത് മോളല്ലോ തീരുമാനിക്കുന്നത്. SI സെലക്ഷൻ കഴിഞ്ഞ ഉടനെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചിട്ട് അയാൾക്കൊപ്പം മോളെ ഞങ്ങൾ പറഞ്ഞു വിട്ടോളാം എന്നിങ്ങനെ ദേവേന പറയുവാണ്. ഒരു പോലീസ് ഓഫീസറായിരിക്കും നല്ലത് എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവേനയും പറയുന്നുണ്ട്, ഞാനും അത് തന്നെ പറയാൻ വരുമായിരുന്നു. ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിലേക്കാണ് മോള് കടന്നു ചെല്ലേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ ദീർഘനിശ്വാസം വിടുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, നന്ദുവിൻ്റെ ആഗ്രഹം സിവിൽ സർവീസ് എഴുതണമെന്നാണ് ഇങ്ങനെ പറയുവേ. അന്നേരം ദേവേന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ കല്യാണം നീട്ടിക്കൊണ്ട് പോകാമെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞാലും സിവിൽ സർവീസ് എടുക്കാമല്ലോ. പിന്നെ ഞാൻ പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ പറയുകയാണ്, അനിയുടെ കാര്യത്തിൽ മോൾ കുറച്ചും കൂടെ അകലം പാലിക്കണം. മോൾക്ക് അനിയോടും അനിക്ക് മോളോടും സ്നേഹമാണ്. എങ്കിലും കുറച്ച് നാളത്തേക്കിന് അത് വഴിതിരിച്ച് വിട്ടേ പറ്റുള്ളൂ മോളെ. അപ്പോഴത്തേക്കും നമ്മുടെ കനകയും പറയേ, നന്ദോട്ടാ കേട്ടല്ലോ പറഞ്ഞത്, എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയുവേ. അന്നേരം മനസ്സിലാവുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വീണ്ടും നയന പറയുകയാണ്, മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു കാര്യം മാത്രം നിനക്ക് അനുസരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അനിയെ തീർത്തും അവോയ്ഡ് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ നന്ദു പറയുവാണ്. മോൾക്ക് അനിയെ ഇഷ്ടമാണ്. ആ സ്നേഹം മോള് മനസ്സിൽ സൂക്ഷിച്ചോളൂ, ഒരു സൗഹൃദമായിട്ട്. പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ മോള് അതിനെ കാണാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം അകലുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. വലിയൊരു സമ്മാനം തന്നിട്ട് മോളെ വിഷമിച്ചു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയെ. ഇല്ലയെന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ മോള് മിടുക്കിയാണ്. ഇന്നത്തെ പെൺകുട്ടികൾക്കില്ലാത്ത പല കഴിവുകളും മോൾക്കുണ്ട്. ചിലരൊക്കെ ചോദിക്കാറും കൂടിയുണ്ട്, ആൺകുട്ടികളുടെ കാര്യത്തിനൊപ്പം പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ. അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഉത്തരവാണ് മോളെ പോലെയുള്ള പെൺകുട്ടികൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. കരുത്തരായ ആണുങ്ങൾക്ക് പോലും മോളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് അഭിമാനമല്ലേ. അതോടൊപ്പം മനസ്സിന് നല്ല തൻ്റെടവും വേണം. സത്യം പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്യജിക്കാൻ തയ്യാറാവണം. സത്യം പറഞ്ഞാൽ ആദർശ് വന്ന് പോയതുകൊണ്ട് സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഇപ്പം മനസ്സിന് തൃപ്തിയുണ്ട്. ഇനി ഈ നാടകം തുടരുന്നിടത്തോളം കാലം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരാം എന്നിങ്ങനെ ദേവേന പറഞ്ഞിട്ട് പോവുകയാണ്. അമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇനി വെറുതെ നീ അനാമികയുടെ മനസ്സിൽ വെറുപ്പ് കൂട്ടരുത് എന്നിങ്ങനെ നയനയും പറയുകയാണേ. എന്നിട്ട് അവരെല്ലാം പോയതിന് ശേഷം നന്ദു ഇങ്ങനെ കട്ടിലേറ്റ് ഇരിക്കുക കേട്ടോ. ഇപ്പം മാലയും നോക്കും, അതിന് ശേഷം ഇങ്ങനെ കൈ കിടക്കുന്ന മോതിരം നോക്കി. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എനിക്കിപ്പോൾ കിട്ടിയ സമ്മാനത്തിന് കഴിഞ്ഞ് ഒരുപാട് മൂല്യമുണ്ട് നിൻ്റെ സൗഹൃദത്തിനും നിൻ്റെ സ്നേഹത്തിനും. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിസ്സഹായിയാണ് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക കേട്ടോ, മോതിരമൊക്കെ നോക്കിയിട്ട്. പിന്നീട് കാണിക്കുന്നത് കാറിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സൈഡിലായിട്ട് നമ്മുടെ ആദർശിൻ്റെ അച്ഛനും ഉണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ഓഫീസിലുള്ള എല്ലാവർക്കും വിഷുക്കോടി കൊടുത്തായിരുന്നു എന്ന് ചോദിക്കുവേ. കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛാ
ഞാൻ നന്ദാവനത്ത് ചെന്നപ്പോഴേ അവിടെ അവരുടെ അവളുടെ കാറുണ്ടായിരുന്നെന്ന് പറയുവേ. അന്നേരത്തേക്കിനും മോളുടെ കാറ് മോളങ്ങനെ എടുക്കാറില്ലല്ലോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും അത് തന്നെയാണ് എൻ്റെ ഡൗട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഭക്ഷണമൊക്കെ ആണെങ്കിലും പാകപ്പെടുത്തി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷേ എല്ലാവരുടെയും ഭാവം കണ്ടിട്ട് ആരെയോ കാത്തിരുന്ന പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ് അച്ഛൻ്റെ അടുത്ത് പറയുവാണേ. അമ്മേ, അവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം നീ അവിടെ ചെന്നെങ്കിൽ നീ കാണത്തില്ലേ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും ആദർശ് പറയുവാണ്, സാധാരണ ഞാൻ അവിടെ ചെല്ലുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന ഒരു റൂമുണ്ട്. ആ റൂമിൽ ഞാൻ പോയപ്പോഴത്തേക്കിനും ആ റൂമിൽ പൊടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറിയില്ല, എന്നെ അവിടെ കയറ്റിയില്ല. വേറൊരു റൂമാണ് എനിക്ക് അവർ തന്നത്. അങ്ങനെയാണെങ്കിൽ മോനെ നീ ആ റൂമിൽ കയറി നോക്കണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക. എന്നാൽ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അവരുടെ അച്ഛനും ഒക്കെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവരെ അവിശ്വസിക്കുന്നത് ശരിയല്ലോ അച്ഛാ. ഇനി ആ മയമ്മയും മരുമോളും ഒന്നിച്ചോ? അച്ഛാ, അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് ആദ്യം എന്നോടല്ലേ പറയേണ്ടത്? അതെ, ദേവയാനി അത് മനസ്സിൽ വെച്ച് നല്ല നയനമോൾ അത് നിന്നോട് പറയേണ്ടതാണ് എന്നിങ്ങനെ അച്ഛനും പറയുവാണ്. ദേവയാനിക്ക് എന്താണെങ്കിലും നമ്മളുടെ മുഖത്ത് നോക്കി അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് മിക്കവാറും അത് കാരണം തന്നെ കരൾ കൊടുത്തതിന് ശേഷം അവളാണ് കരൾ കൊടുത്തതെന്ന് അറിയാതെ ഒരുപാട് തരം താഴ്ത്തി കെട്ടിയിട്ട് അവൾ നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ മറന്നിട്ട് മരുമകളെ സ്നേഹിച്ചാൽ നമ്മളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇനി അമ്മ അത് മറച്ചു വെച്ചിരുന്നാലും നയനെ അത് മറച്ചു വെക്കാൻ പാടില്ല, നമ്മളുടെ അടുത്ത് പറയേണ്ടതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ ജയനും പറയുന്നുണ്ട്, വെറുതെ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, എന്താണെങ്കിലും ഇതിനൊരു അവസാനം കണ്ടിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്നിങ്ങനെ ആദർശ് തറപ്പിച്ച് പറയുവാണേ. നീ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ദേവയാനി അമ്പലത്തിലേക്കാണ് പറഞ്ഞ് പോയിട്ട് നയനയുടെ വീട്ടിലായിട്ട് പോകുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. നയനെ അമ്മ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ട് പൂജകൾ നടത്താറുണ്ട്. അതേസമയം തന്നെ അമ്മ നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ് നയനെ എന്നോട്. അതവൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ വിഷമമാച്ച എനിക്ക്. പിന്നെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പണിയെടുത്തൊന്ന് ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഗോവിന്ദേട്ട, നന്ദമോൾക്ക് നല്ലൊരു സമ്മാനമായിട്ടാണ് ദേവയാനി വന്നത്. ക്യാമ്പിലേക്ക് പോവുമല്ലേ, അതിന് മുന്നേ അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് വന്നതെന്ന് ഇങ്ങനെ പറയുവേ. എന്നാലും നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ ആദർശിൻ്റെ അമ്മ എന്നിങ്ങനെ ചോദിക്കുവാണ്. ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടല്ലേ മേടിച്ചുകൊണ്ട് വന്നത്. ഇനി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കല്യാണം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ തന്നെ മുന്നിൽ നിന്ന് ആ മംഗളകർമ്മം നടത്തിത്തരും എന്നിങ്ങനെ ദേവയാനിയും പറയുന്നുണ്ടേ. ദേവയാനി, സ്വർണം പണം ഒന്നും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ എല്ലാവരുടെയും മാറ്റത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ കനക പറയുവാണ്. എനിക്കാണെങ്കിൽ അതിലേറെ സന്തോഷമുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. അടുത്ത വിഷുവിനാകുമ്പോഴത്തേക്കിനും മോളെ കല്യാണം കഴിക്കുന്ന ആളും ഇവിടെ വേണമെന്ന് ദേവയാനി പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പെട്ടെന്നൊന്നും കല്യാണം വേണ്ടമ്മേ എന്നിങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയേ, അവൾക്ക് ജോലിയൊക്കെ കിട്ടി, ഈ നാട്ടിലെ ഗുണ്ടകളെല്ലാം ഒതുക്കിയിട്ട് കല്യാണം കഴിക്കാനാവും എന്നിങ്ങനെ നവ്യ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം കാക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബാധ കയറിയതുപോലെ ആയിരിക്കും. എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ നല്ല ഇടിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനും അതെ അതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുടുംബമായിട്ട് താമസിക്കുന്നവർ അധികം പ്രശ്നത്തിലേക്ക് പോയിട്ട് ചാടരുത് മോളെ എന്നിങ്ങനെ ദേവയാനി പറയുവേ. അപ്പോൾ പറയും, തെറ്റ് കണ്ടെന്നാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ലെന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ എന്ന് പറയേ. അപ്പം നമ്മുടെ കനക പറയും, അത് മാത്രം മതിയോ, നല്ല ഭക്ഷണം കൂടെ കഴിക്കേണ്ടതെന്ന് ചോദിക്കുവേ. അയ്യോ വേണ്ട, അപ്പം കഴിച്ചത് മതി, ഇനി പോകൂല. അവിടെ എല്ലാവരും കാത്തിരിക്കുകയല്ലേ, അവിടെ പോയി കഴിച്ചില്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ. മോളും വാ, പർച്ചേസ് കഴിഞ്ഞ ഉടനെ ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. പിന്നെ വിഷു കഴിഞ്ഞ ഉടനെ തിരിച്ചു വിടണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അമ്മയും പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും നമ്മുടെ അബി അങ്ങോട്ടേക്ക് വരും കേട്ടോ. അന്നേരത്തേക്കിനും എല്ലാവരുടെ മുഖത്ത് അയ്യോ അബി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും അതുപോലെ ദേവയാനിയും കൂടെ ഉള്ളിലേക്ക് കയറി പോവേ. അന്നത്തേക്കിനും അഭിമോനെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഓടി ചെല്ലുമ്പോഴത്തേക്കിനും അബി ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരുടെ മുഖത്തും ഒരു പകർച്ച എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ നവ്യ പറയേ, നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് എല്ലാവർക്കും ഞെട്ടലാണ്, എന്താണെങ്കിലും നീ ഇന്ന് വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നിനക്ക് പലപ്പോഴും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബ്ബ ഇങ്ങനെ എടുക്കും കേട്ടോ. അന്നേരത്തേക്കിനും അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും ചെറിയൊരു മോതിരമാണ്. അപ്പോഴത്തേക്കിനും നവിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നവി ഞെട്ടുവാണ്, നന്ദവും എല്ലാവരും ഇങ്ങനെ ഞെട്ടുവാ കേട്ടോ.
എന്നിട്ട് പറയുന്നുണ്ട് അമ്മയാകാൻ പോകുന്ന എൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം ഉള്ളിൽ നിന്ന് മറന്നു നിന്നിട്ട് നമ്മുടെ നയനയും ദേവയാനിയും കാണുന്നുണ്ട് കേട്ടോ. ഇത് നിൻ്റെ വിരൽ ചേരുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കിനും നവ്യ പറയും ഇതൊക്കെ ചേരുമെന്ന് പറയുവേ. നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് മോള് പോലും പ്രതീക്ഷിക്കാതെ മോൾക്ക് കിട്ടിയ സമ്മാനമല്ലേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗോവിന്ദൻ പറയും കേട്ടോ എന്താണെങ്കിലും മോൻ വന്നതല്ലേ, മോനും ഓട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറയുവേ. എന്നിട്ട് അന്നേരത്തേക്കും നമ്മുടെ ദേവയാനി നേരം കൂടെ വിളിയും വരും കേട്ടോ. അന്നേരത്തേക്കും പറയുന്നുണ്ട് ഏതൊക്കെയാലും ഇവിടെ നിന്നതുകൊണ്ട് നല്ല കാഴ്ച കാണാൻ പറ്റി. അമ്മേ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണിക്കപ്പോൾ ഞാൻ പർച്ചേസിന് പോയാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം അമ്മ പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ പെട്ടെന്ന് പർച്ചേസിന് പോയിട്ട് വരാൻ നോക്കാൻ ഇങ്ങനെ കനകയും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ അബിയിൽ നല്ല മാറ്റമുണ്ട്. ഇനി അനാമികയും കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവർ രണ്ടാളും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാകും. അപ്പോഴത്തേക്കിനും നന്ദുവിൻ്റെ മുഖം എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാടി നിൽക്കുവാണേ. അന്നേരം വീണ്ടും ദേവേനെ പറയുന്നുണ്ട് മോളോട് പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ, ഒരു കുടുംബ കലഹത്തിന് ഒരിക്കലും കാരണമാവരുത് എന്നൊക്കെ വീണ്ടും പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് പോകാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നമ്മുടെ നയനയെ വിളിച്ചുകൊണ്ട് പോവുകയാണേ. അല്ല എൻ്റെ കാർ അവൻ കണ്ടില്ലേ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുക. കണ്ട് കാണത്തില്ല, ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കമലിങ്ങനെ പറയുന്നുണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞ ശേഷം നല്ലൊരു വിഷു വരാൻ പോണേ അല്ലേ ഗോവിന്ദേട്ടാ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട, എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്. അന്നേരത്തേക്കിനും നമ്മുടെ നന്ദുവിന് ആകെപ്പാട് വിഷമമായിട്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്